കോൺഗ്രസിന് നാണക്കേടായ മറ്റത്തൂർ കൂട്ടക്കൂറുമാറ്റത്തിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. മറ്റത്തൂർ സംഭവം കറുത്ത അധ്യായം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. BJP കൂട്ടുകെട്ട് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥാനത്ത് തുടരാൻ യോഗ്യരല്ലെന്നും മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA റാഷിദ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചൊവ്വന്നൂരിൽ SDPI പിന്തുണ തേടിയ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് DCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വർഗീസ് ചൊവ്വന്നൂർ. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഒരു വിശദീകരണം പോലും ചോദിക്കാതെയെന്നും വർഗീസ് പറയുന്നു. മറ്റത്തൂരിൽ നടന്ന കൂട്ടക്കൂറുമാറ്റത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വം നടപടിയെടുത്തിട്ടും സംസ്ഥാന നേതാക്കൾ മൗനം തുടരുന്ന സാഹചര്യത്തിലാണ് അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് രംഗത്തു വരുന്നത്. വിമത നേതാവ് TN ചന്ദ്രൻ രാജിവെക്കില്ലെന്ന നിലപാട് പ്രഖ്യാപിച്ചതോടെയാണ് ലീഗിന്റെ പരസ്യ പ്രതികരണം. മറ്റത്തൂരിൽ പ്രസിഡന്റ് വന്നിട്ടുള്ളത് സംഘപരിവാർ ശക്തിയുടെ കൂടെ വോട്ടോട് കൂടിയാണ്. അത് ശരിയായ നടപടിയല്ല, രാജിവെക്കണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച നിലപാട് അനീതിയും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയുമാണെന്നാണ് ലീഗിന്റെ ആരോപണം. വിഷയത്തിൽ കോൺഗ്രസ് നടപടിയെടുത്തെങ്കിലും മറ്റത്തൂർ ഒരു കറുത്ത അധ്യായമായി തുടരുമെന്ന് ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ്. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന 8 പേർക്കും ലഭിച്ച വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടേതാണ്. അങ്ങനെ കിട്ടിയ വോട്ടുമായി മറ്റൊരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇടപെടാൻ പാടില്ലാത്തതായിരുന്നു. അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. അതേസമയം ചൊവ്വന്നൂരിൽ SDPI പിന്തുണയിൽ കോൺഗ്രസ് സംഘം പഞ്ചായത്ത് പ്രസിഡന്റായ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്നാണ് നടപടി നേരിട്ട DCC എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂർ പറയുന്നത്. എന്നോട് നിർദ്ദേശം കൊടുക്കാൻ എന്നെ ഏതെങ്കിലും ജില്ലാ യോഗത്തിന് വിളിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് യോഗത്തിന് വിളിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പഞ്ചായത്തിന് വിളിച്ചിട്ടുണ്ടോ? ഒരു യോഗത്തിനുമില്ല. നിങ്ങൾ കോർ കമ്മിറ്റി ആരാണെന്ന് നോക്ക് ചൊവ്വന്നൂര്. ഈ ചാനലുകൾ വരുമ്പോഴാണ് ഞാനിത് മനസ്സിലാക്കാൻ എന്നെ പുറത്താക്കിയത്. തൃശൂരിലുണ്ടാകുന്ന തുടർച്ചയായ വിവാദങ്ങളിൽ KPCC നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ജില്ലയിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നതും പ്രവർത്തകർക്കിടയിൽ ഭിന്നതയുണ്ടാകുന്നതും അംഗീകരിക്കാനാകില്ലെന്ന നിലപാടും പ്രധാന നേതാക്കൾ ജില്ലാ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, തൃശൂർ.